നമസ്തേ. ഈ അടുത്തായി ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഹിന്ദു വിരുദ്ധത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹർഷാദിന്റെ ഉണ്ടയിൽ വില്ലന്മാർ ജയ് ശ്രീറാം എന്നെഴുതിയ കാറിൽ വരുന്ന കയ്യിൽ ചരട് കെട്ടിയവരാണ്. മാവോയിസ്റ്റുകളെ ഒരു തരത്തിൽ സിനിമ ന്യായീകരിച്ചിരിക്കുന്നു. വൈറസിൽ ഒരു ആവശ്യവുമില്ലാതെ മേനോന്റെ മകൻ ഉണ്ണികൃഷ്ണനെ കള്ളപ്പണ ഇടപാടുകാരനായി കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഉണ്ടായ യഥാർത്ഥ സംഭവത്തിൽ പ്രതി മുസ്ലിമാണ്. പക്ഷെ മുഹ്സിൻ സിനിമയിൽ കഥാപാത്രം ഉണ്ണികൃഷ്ണ മേനോനായി മാറി. ഹെലൻ സിനിമയിൽ അജു വർഗീസിനെ കാണിച്ചിരിക്കുന്നത് സംഘപരിവാർ പശ്ചാത്തലത്തിലുള്ള ആളായിയാണ്. ക്രിസ്ത്യൻ യുവതിയും മുസ്ലിം പുരുഷനും തമ്മിലുള്ള പ്രണയത്തിൽ അജു വർഗീസ് അനാവശ്യ പ്രശ്നമുണ്ടാക്കുന്നു. കപ്പേളയിൽ കുറിതൊട്ട ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ, അയാളാണ് പ്രധാന വില്ലൻ. കഥ പരിശോധിച്ചാൽ വിഷ്ണു എന്ന കഥാപാത്രത്തിന് കുറിതൊടേണ്ട ആവശ്യമേ ഇല്ല. സൂഫിയും സുജാതയും എന്ന സിനിമയിൽ മനഃപൂർവ്വം ലവ് ജിഹാദ് എന്ന വാക്കൊക്കെ കുത്തിക്കയറ്റി. അതിൽ വില്ലനായി കാണിച്ചിരിക്കുന്നത് സൂഫിയുടെയും സുജാതയുടെയും പ്രണയം തകർത്ത ഹിന്ദുവായ സിദ്ദിഖിനെയാണ്. അതിൽ പ്രതീകം പോലെ നടരാജ വിഗ്രഹം തട്ടിത്തെറിപ്പിക്കുന്ന ഒരു സീനുമുണ്ട്. സന്യാസിയും ആയിഷയും എന്നൊരു സിനിമ ഇറക്കിയാൽ എന്തായിരിക്കും പുകില്? മുഹ്സിനും സക്രിയയും ആഷിഖബുവും കൂടി ഇറക്കിയ ഹലാൽ ലവ് സ്റ്റോറിയിൽ ജമാഅത്ത് പോലെയുള്ള ഇസ്ലാമിക് രാഷ്ട്രവാദ സംഘടനാ പ്രവർത്തകരെ നിഷ്കളങ്കരായി ചിത്രീകരിച്ചിരിക്കുന്നു. മൗദീദികളെ നന്നായി വെള്ളപൂശിയിരിക്കുന്നു. ഈ അടുത്തിറങ്ങുന്ന പല സിനിമകളും ബോധപൂർവമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. 90കളിലെ സിനിമ തിരഞ്ഞുപിടിച്ച് സവർണ ആധിപത്യം തെളിയിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോഴത്തെ സിനിമകളിൽ ഹിന്ദു വിരുദ്ധത ഒളിപ്പിച്ചു കടത്തുന്നത്. മോഹൻലാൽ, പ്രിയദർശൻ, ഷാജി കൈലാസ്, സുരേഷ് ഗോപി, ദാമോദരൻ എന്നിവരെ നായർ ലോബി എന്ന ഇക്കൂട്ടർ വിശേഷിപ്പിക്കുന്നത് കാണാം. അങ്ങനെയെങ്കിൽ വിശ്വരൂപത്തെ വിമർശിച്ച ആഷിഖബു, ഉണ്ടയിൽ ഹിന്ദു വിരുദ്ധത ഒളിച്ചു കടത്തിയ ഹർഷാദ്, താലിബാൻ അനുകൂലി റമീസ്, സുഡാപ്പി മുഹ്സിൻ, മൗദീദി സക്കറിയ എന്നിവർ ജമാഅത്ത് ലോബിയാണ്. അവരുടെ സിനിമകളിലാണ് മനഃപൂർവ്വം ഹിന്ദു വിരുദ്ധത ഒളിച്ചു കടത്തുന്നത്. ഇവരൊക്കെയാണ് വാര്യംകുന്നന്റെ അണിയറയിലുമെന്ന് ഓർക്കണം. ഈ അടുത്തിറങ്ങുന്ന പല സിനിമകളിലും ഒത്തിരി അറബി വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണാം. റൂഹ്, നൂർ, ഹൗമ, മുഹബത്ത്, ഷെരീഫ്, ജന്നത്ത്, ഔറത്ത് എന്നിങ്ങനെ പല പാട്ടുകളിലും ഈ അറബി ആധിപത്യം കാണാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളിലും അറബി വാക്കുകൾ. അൽമല്ലു, ഹലാൽ ലവ് സ്റ്റോറി എന്നിങ്ങനെയുള്ള സിനിമാ പേരുകൾ. മലയാള സിനിമയിൽ ജമാഅത്ത് ലോബി പിടിമുറുക്കിയതിന്റെ സൂചനയാണത്. സിനിമയിൽ മാത്രമല്ല, ജമാഅത്തിന്റെ കൈകടത്തൽ മീഡിയ വൺ, മാധ്യമം എന്നിവയിലൂടെയും സമൂഹത്തിൽ കൈകടത്തുന്നു. ഇതിലൊക്കെ ഒട്ടേറെ ഹിന്ദു നാമധാരികളും പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദു വിരുദ്ധത ഏറ്റവും കൂടുതൽ കാട്ടുന്ന മാധ്യമങ്ങൾ ഇവയാണ്. രമീസിനെ ന്യായീകരിക്കാൻ ഒരു ഇന്റർവ്യൂ മീഡിയ വൺ നടത്തിയിരുന്നു. ലിബറൽസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഏറ്റവും ഉപയോഗിക്കുന്നതും ഈ മാധ്യമങ്ങളാണ്. ഇസ്ലാമോഫോബിയ, സവർണ പൊതുബോധം എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇക്കൂട്ടറാണ്. ഇപ്പോൾ നാം ഓർക്കേണ്ടത് 2030 കേരളത്തെ ഇസ്ലാമിക രാജ്യമായി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നു എന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വാക്കുകളാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം സത്യം പറഞ്ഞു. സിനിമയിലും സമൂഹത്തിലും പിടിമുറക്കിയിരിക്കുന്ന ജമാഅത്ത് ലോബിയെ തുറന്നു കാട്ടണം. ഇല്ലെങ്കിൽ 2030 കേരളം ഇസ്ലാമിക നിയന്ത്രണത്തിലായേക്കാം. ന്യൂസ് ഡെസ്ക്, നമോ TV.